ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ബിടെക് S4ൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോംസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ 6ാമത്തെ മോഡ്യൂളാണ്. അപ്പം നമ്മൾ ഈ 6ാമത്തെ മോഡ്യൂൾ ഒരു 3 പാർട്ടായിട്ടായിരിക്കും ചെയ്യാറ്. 3 പാർട്ടെന്ന് ഉദ്ദേശിച്ചാൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറയുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ തന്നെ 2 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ 2 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ, f(x). ആ ഫംഗ്ഷന് ഡെഫിനിറ്റ് ആണ്, അതായത് അതിനൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആയിട്ടുള്ള 2 വാല്യൂസ് കാണും. അപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം ആ വാല്യൂസ് കൊടുത്ത് നമ്മളൊരു ആൻസറിലേക്ക് എത്തും. അതിന് ഞാനിവിടെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എയും ബിയും എഫും എല്ലാം ഫങ്ഷൻസ് ആണ്. അപ്പം അങ്ങനെ ഒരു വാല്യൂ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് ട്രപ്പിസോയ്ഡൽ റൂൾ എന്ന് പറയുന്നത്. അപ്പം ട്രപ്പിസോയ്ഡൽ റൂൾ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, f(x). ആ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേഷന് ശേഷം നമ്മൾ അതിനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വാല്യൂസ് കൊടുക്കുന്നു. അത് നമ്മളിവിടെ ഒരു ജെ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ട്രപ്പിസോയ്ഡൽ റൂൾ അനുസരിച്ച് അതിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഇനി പറയുന്നത്. h(1/2) ഇൻറ്റു f0 പ്ലസ് f1 പ്ലസ് f1 പ്ലസ് f2 എക്സെട്ര ടിൽ f(n-1). ഇതാണ് നമ്മളുടെ ട്രപ്പിസോയ്ഡൽ റൂള്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കിതിനകത്ത് കുറച്ച് ടേംസുകൾ മാത്രം കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് തന്നെ പോവാം. ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, x³ ആണ് ഫംഗ്ഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അവരോട്. അതുപോലെ തന്നെ 0 to 1 വരെയാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ അവർ എടുത്ത് പറയുന്നുണ്ട് 5 സബ് ഇൻ്റർവൽസ് എന്ന്, ആൻഡ് ഓൾസോ ഇവാലുവേറ്റ് ഇറ്റ്സ് എറർ എന്നും പറയുന്നുണ്ട്. ചില പ്രോബ്ലത്തിൽ എറർ കണ്ടുപിടിക്കാൻ കാണത്തില്ല, ചില പ്രോബ്ലംസിൽ കാണും. അപ്പം എറർ കണ്ടുപിടിക്കുന്നതും വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ട്രപ്പിസോയ്ഡൽ റൂളാണ് എന്ന് നമ്മൾ ക്വസ്റ്റ്യന് തരികയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. a, b, f(x), n, h. ഈ 5 കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കണം. അതിനകത്ത് ഇവിടെ a എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ b എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആയിരിക്കും. ഇനി f(x) എന്താണെന്ന് നമുക്കറിയാം, അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി n എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 5 സബ് ഇൻ്റർവൽസ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സബ് ഇൻ്റർവൽസ് എന്ന് എടുത്ത് പറയുന്ന വാല്യൂസ് ആയിരിക്കും നമ്മൾ എപ്പോഴും n ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിനി h കണ്ടുപിടിക്കണം. h കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് b-a/n. അതായത് അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റിനെ മൈനസ് ചെയ്തിട്ട് ആ ഉത്തരത്തിനെ n വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മളുടെ അപ്പർ ലിമിറ്റ് 1 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 1 - 0 ബൈ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 1 - 0/5 = 1/5. നമ്മളെപ്പോഴും ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ന്യൂമറിക്കൽ ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പം ഡെസിമൽ ഫോമാണ് വാലിഡായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എച്ചിൻ്റെ വാല്യൂ 0.2 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് a ഉണ്ട്, b ഉണ്ട്, f(x) ഉണ്ട്, n ഉണ്ട്, h ഉണ്ട്. എല്ലാത്തിൻ്റെ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ട്രപ്പിസോയ്ഡൽ റൂളിലേക്ക് ഇതിനെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് ഒരു എക്സും f(x)ഉം എന്ന് പറയുന്ന രീതിയിൽ ഒരു ടേബിൾ നമുക്ക് ഫോം ചെയ്യണം. ഞാൻ ഇവിടെ ഇപ്പോൾ ടേബിളായിട്ട് വരച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ എക്സാമിന് ടേബിളായിട്ടത് വരയ്ക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ട്രപ്പിസോയ്ഡൽ റൂളിൽ നമുക്ക് f0 എന്താണെന്ന് അറിയണം, fn എന്താണെന്ന് അറിയണം, f1, f2 എക്സെട്ര ടിൽ f(n-1) വരെ ഉള്ള വാല്യൂസ് നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ആദ്യമേ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂസ് എഴുതാം. എക്സിൻ്റെ വാല്യൂ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടിക്കഴിഞ്ഞു, അതായത് എയും ബിയും കിട്ടി. അപ്പോൾ എന്തായാലും എക്സിൻ്റെ റേഞ്ച് ആ ലോവർ ലിമിറ്റ് തൊട്ട് അപ്പർ ലിമിറ്റ് വരെ ആവും. അതായത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 തന്നെയാണ്. ഇനി എക്സിൻ്റെ അവസാനത്തെ വാല്യൂവും അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഓരോ എക്സുകളും കണ്ടുപിടിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ഓൾറെഡി ഹൈറ്റ് കണ്ടുപിടിച്ചു, അതായത് h നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ എച്ചിൻ്റെ വാല്യൂ
നമ്മൾ ഈ ലോവർ ലിമിറ്റുമായിട്ട് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഇവിടെ നമ്മളുടെ ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ആ 0യുടെ കൂടെ 0.2 ആഡ് ചെയ്യുമ്പം നമുക്ക് അടുത്ത എക്സിൻ്റെ വാല്യൂ 0.2 കിട്ടി. ഇനി ആ 0.2ൻ്റെ കൂടെ പിന്നെയും 0.2 ആഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ 0.4 കിട്ടി. അതിൻ്റെ കൂടെ പിന്നെയും ആഡ് ചെയ്യുക, 0.6 ആവും. പിന്നെയും ആഡ് ചെയ്യുമ്പോൾ 0.8 ആവും. അങ്ങനെ നമുക്ക് പിന്നെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ ലോവർ ലിമിറ്റിൽ നിന്നും ഹൈറ്റ് ആഡ് ചെയ്ത് വന്നപ്പോൾ അപ്പർ ലിമിറ്റിലേക്ക് എത്തി. ഇതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എഴുതാം. ഇവിടെ ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് x³ ആണ്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് ഓരോ വാല്യൂ കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം 0 കൊടുക്കുമ്പം x³ 0 ആയി മാറും. അതാണ് നമ്മളുടെ ആദ്യത്തെ F0 എന്ന് പറയുന്ന വാല്യൂ. ഇനി നെക്സ്റ്റ് എക്സിൻ്റെ സ്ഥാനത്ത് 0.2 കൊടുക്കുമ്പം x³ എന്ന് പറഞ്ഞാൽ 0.2 ദ ഹോൾ ക്യൂബ്. അതിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 0.008. അതാണ് നമ്മളുടെ F1. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് F1, F2, F3, F4, F5 വരെ കിട്ടി നിൽക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ടേബിൾ. ഇനി നമ്മൾ ഈ ടേബിളും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതുക, അതായത് ജനറൽ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. എച്ചിൻ്റെ വാല്യൂ 0.2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതുപോലെ തന്നെ 1/2 ഇൻറ്റു ഇവിടെ F0 എന്ന് പറയുന്നത് 0 തന്നെയാണ്, പ്ലസ് ഇതിവിടാണ് നമ്മളിനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. Fn എന്ന് പറയുന്നുണ്ട് ഇവർ. Fn ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പം തന്നിരിക്കുന്ന ആ ടേബിളിലെ ലാസ്റ്റ് വാല്യൂ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് F5 വരെ പോകുന്നുള്ളൂ. അപ്പോൾ Fn എന്ന് പറയുന്നത് നമ്മൾ F5 ആയിട്ട് തന്നെ ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ വേറെ ക്വസ്റ്റ്യനിൽ F3 വരെ പോകുന്നുള്ളെങ്കിൽ ലാസ്റ്റ് Fn നമ്മൾ F3 ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ 0+1 എഴുതി, കാരണം F5ൻ്റെ വാല്യൂ 1 ആണ് എഴുതി. ഇനി അടുത്തത് പ്ലസ് ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ F1ൻ്റെ വാല്യൂ എഴുതും, F2 എഴുതും, എക്സെട്രാ അപ് ടു Fn-1. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ലാസ്റ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അതിന് തൊട്ട് പിറകെ നിൽക്കുന്ന വാല്യൂ ആയിരിക്കും എടുക്കുക. അതായത് F4 വരെ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം ട്രപ്പിസോയിഡൽ റൂൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ആ ഒരു ബ്രാക്കറ്റിൽ ഫസ്റ്റ് വാല്യൂവും ലാസ്റ്റ് വാല്യൂവും എഴുതി ആഡ് ചെയ്യും. പിന്നുള്ള ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബാക്കി എത്ര വാല്യൂസ് അതിൻ്റെ നടുക്ക് വരുന്നോ അതായിരിക്കും നമ്മളെടുത്ത് ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ സിമ്പിളായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇതാണ് നമ്മളുടെ ട്രപ്പിസോയിഡൽ റൂൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എറർ കണ്ടുപിടിക്കാൻ പറയുന്നത് കൊണ്ട് നമ്മളിവിടെ എറർ കണ്ടുപിടിക്കാം. എപ്പോഴും എററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ എറർ ഇസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് കാൽക്കുലേറ്റഡ് വാല്യൂ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രപ്പിസോയിഡൽ റൂൾ വഴി കണ്ടുപിടിച്ചതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. അതായത് ഈ ക്വസ്റ്റ്യൻ അത് 0.26 ആണ്. ഇനി നമുക്കതിൻ്റെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. ട്രൂ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് x³ ആണ് തന്നിരിക്കുന്നത്. x³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x⁴/4 എന്ന് വരും. അതിനകത്ത് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രൂ വാല്യൂ 1/4, അതായത് 0.25 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രൂ വാല്യൂ ആണ് 0.25, കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ട്രപ്പിസോയിഡൽ മെത്തേഡ് വഴി കണ്ടുപിടിച്ച് 0.26. അപ്പോൾ ട്രൂ വാല്യൂവിൽ നിന്നും കാൽക്കുലേറ്റഡ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിവിടെ കിട്ടും? എറർ കിട്ടും. എറർ ബേസ് ചെയ്ത് എന്ത് ചോദ്യം വന്നാലും ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ ചെയ്യുക. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് എന്ത് ചെയ്താൽ മതി, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഡെഫിനിറ്റ് ആണെങ്കിൽ വാല്യൂസ് അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. അതിൽ നിന്നും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വാല്യൂവിനെ സബ്ട്രാക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ എറർ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ട്രപ്പിസോയിഡൽ റൂളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കുന്നത് അടുത്ത റൂളായിട്ടുള്ള ന്യൂമറിക് ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ള റൂളാണ്. അതായത് സിംപ്സൺസ് 1/3 റൂൾ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. കുറച്ച് തെളിച്ചക്കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്ന് വായിക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇൻ്റഗ്രേഷൻ a to b f(x) dx ആണ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ നമ്മൾ a to bയിലേക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ സിംപ്സൺസ് 1/3 റൂൾ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ h/3 ഇൻറ്റു f0 പ്ലസ് fn പ്ലസ് 4 ഇൻറ്റു f1 പ്ലസ് f3 പ്ലസ് എക്സെട്ര ടിൽ ഒരു ഓഡ് നമ്പർ വരെ പ്ലസ് 2 ഇൻറ്റു f2 പ്ലസ് f4 പ്ലസ് എക്സെട്ര ടിൽ ഒരു ഈവൻ നമ്പർ വരെ. ഇതാണ് നമ്മുടെ സിംപ്സൺസ് 1/3 റൂള്. എളുപ്പമാണ്. ആദ്യം നമ്മളൊരു h/3 എഴുതും.
ഇവിടെ നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം എടുക്കുന്നത് ഫസ്റ്റ് വാല്യൂയും ലാസ്റ്റ് വാല്യൂയും കൂടെ ആഡ് ചെയ്യും. പ്ലസ് 4 ഇൻറ്റു അതിനകത്തുള്ള ആ ടേബിളിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും പ്ലസ് 2 ഇൻറ്റു അതിനകത്തുള്ള എല്ലാ ഈവൻ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടാറ്, ഈ സിംപ്സൺസ് 1/3 റൂൾ വെച്ച് ചെയ്തിട്ടുള്ള ഉത്തരം കിട്ടാറ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണം. എ, ബി, എച്ച്, എഫ് ഓഫ് എക്സ്, എൻ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് നമ്മളെ ലോവർ ലിമിറ്റ് ആയിരിക്കും, ബി അപ്പർ ലിമിറ്റ്, എച്ച് എന്ന് വെച്ചാൽ ബി മൈനസ് എ ബൈ എൻ. അത് ട്രപ്പിസോഡർ റൂളിലായാലും സിംപ്സൺസ് 1/3 റൂളിലായാലും എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ബി മൈനസ് എ ബൈ എൻ തന്നെ വഴിയാണ്. പിന്നെ എഫ് ഓഫ് എക്സും ഉണ്ട്, എൻ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് ആയിരിക്കും. ഇനി സിംപ്സൺസ് റൂളും ട്രപ്പിസോഡർ റൂളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിംപ്സൺസ് റൂളിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്താ പറയുക, ഓടും ഈവനും എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ട്രപ്പിസോഡർ റൂളിൽ എന്നിൻ്റെ വാല്യൂ ഓടോ ഈവനോ ആവാനായിട്ട് പറ്റും. പക്ഷേ സിംപ്സൺ റൂളിൽ എപ്പോഴും എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഈവനായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് സിംപ്സൺസ് റൂളിലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ, അതായത് നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് എപ്പോഴും ഈവൻ ആയിരിക്കും. ട്രപ്പിസോഡർ റൂളിൽ എന്നിൻ്റെ വാല്യൂ ഓടോ ഈവനോ ആവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനിയൊരു പ്രോബ്ലം നോക്കാം. ഇവിടെയും അതേപോലെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 1/x dx ടേക്കിംഗ് 4 സബ് ഇൻ്റർവൽസ് യൂസിങ് സിംപ്സൺസ് റൂൾ ഏതാണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കും. എന്നിൻ്റെ വാല്യൂയും തന്നിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എ ബി എഫ് ഓഫ് എക്സ് എൻ എച്ച് എടുത്തെഴുതുക. അപ്പോൾ എ ഇവിടെ 1 ആണ്, ബി ഇവിടെ 2 ആണ്, എഫ് ഓഫ് എക്സ് 1/x ആണ് ഇവിടെ. അതുപോലെ തന്നെ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് അതായത് 4 ആണ്. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് എന്ന് വെച്ചാൽ ബി മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ 2 - 1/4 ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് 0.25. ഇനി നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എക്സിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ 1 തൊട്ട് 2 വരെ നമ്മൾ പോവും. ഓക്കെ, എച്ച് ആഡ് ചെയ്ത് പോകണം. അപ്പം നമുക്ക് ആദ്യം 1 എഴുതാം. 1ൻ്റെ കൂടെ പിന്നെ 0.25 ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ പിന്നെയും ആഡ് ചെയ്തു, അങ്ങനെ ലാസ്റ്റ് 2ലേക്ക് എത്തി. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിനകത്ത് ആ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്ത് F0, F1, F2, F3, F4 വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നേരെ സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുക. ഇവിടെ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.25 ആണ്. അപ്പോൾ 0.25/3 ഇൻറ്റു ഇവിടെ F0 1 ആണ്, 1 + Fn, ലാസ്റ്റ് വാല്യൂ ഇവിടെ വന്നിരിക്കുന്നത് F4 ആണ്. F4 ഈസ് 0.5 + 4 ഇൻറ്റു എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെ വാല്യൂ എടുക്കാം. അതായത് F1, F3. ഇവിടെ F1ഉം F3 മാത്രമേ ഓഡ് നമ്പേഴ്സായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇട്ട് 4 വെച്ച് ഇൻറ്റു വേണം, +2 ഇൻറ്റു എല്ലാ ഈവൻ നമ്പേഴ്സിൻ്റെയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈവൻ നമ്പേഴ്സിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ F0യും F4ഉം ഇവിടെ എടുക്കില്ല. F0യും F4ഉം നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ F4 പിന്നെയും ഒരു ഈവൻ ആണെന്നുള്ള രീതിയിൽ നമ്മളിവിടെ എടുക്കത്തില്ല. F2 മാത്രമേ പിന്നെ ഇവിടെ ഒരു ഈവൻ ആയിട്ടുള്ളൂ. അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. അത് വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 റൂൾസും വളരെ സിമ്പിളാണ്. ട്രപ്പിസോഡർ റൂളും സിംപ്സൺസ് റൂളും. രണ്ടിനെയും ജനറൽ ഇക്വേഷൻ ഉണ്ട്. രണ്ടിനും കണ്ടുപിടിക്കേണ്ടതും ഏകദേശം ഒരേപോലെയാണ്. എ, ബി, എച്ച്, എൻ, എഫ് ഓഫ് എക്സ്. ഇതിത്രയും നമ്മൾ ആദ്യമേ എടുത്തെഴുതണം 2 റൂൾസിലും. അതേ കണക്ക് തന്നെ എക്സും എഫ് ഓഫ് എക്സും എന്നൊരു ടേബിളും നമ്മൾ മേക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള മെത്തേഡ് സെയിം ആണ്. സിംപ്സൺസ് റൂളിൽ അങ്ങനെ എറർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. ഇനി ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാലും ട്രൂ വാല്യൂ മൈനസ് കാൽക്കുലേറ്റഡ് വാല്യൂ തന്നെ ആയിരിക്കും എറർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദറായിട്ട് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.